അമ്മേ ഇങ്ങോട്ട് വാ, വെള്ളം വാങ്ങിത്താ. വെള്ളം ബാഗിലുണ്ട്. ഇല്ല, ഞാൻ മറന്നുപോയി. നീ എടുത്തിട്ടില്ല? ഞാൻ വെള്ളം മേശപ്പുറത്ത് വെച്ചതാണല്ലോ. വെള്ളവും കുപ്പിയും മേശപ്പുറത്ത് വെച്ചതാണല്ലോ. ഇല്ല അമ്മേ, ഞാൻ മറന്നുപോയി. എടുക്കാൻ മറന്നുപോയോ? ഒരു കുപ്പി വെള്ളം എത്രയാ? 10 രൂപ. ഇന്നാ ഇപ്പം കുടിക്കുക. കുറച്ച് കൊണ്ട. ഇപ്പൊ അമ്മയ്ക്കും വെള്ളം വേണ്ടി വന്നില്ലേ? നല്ലതാവുണ്ടല്ലോ. നല്ല ചൂടല്ലേ? നീ പിന്നെ ഉരുണ്ടു വരികയാണല്ലേ? ഇന്ന് കുറച്ചധികം സങ്കടമുണ്ടല്ലോ. പതിവ് പോലെ തന്നെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്നു. അതാണോ കാര്യം? ഞാനും ഇങ്ങനെ തന്നെ വലിച്ചെറിയപ്പെട്ടതാ എന്റെ ബോട്ടിലെ. നിന്നെപ്പോലെ അല്ലല്ലോ ഞാൻ ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ലല്ലോ. എന്നെ വലിച്ചെറിയുന്നത് കൊണ്ട് ജീവജാലങ്ങൾക്ക് ദോഷം മാത്രമല്ലേ ഉള്ളൂ. ശരിയാ ബോട്ടിലെ നീ പറഞ്ഞത്. പക്ഷെ അത് മനുഷ്യർക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാ? അറിയാഞ്ഞിട്ടൊന്നുമല്ല. എത്രത്തോളം ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാത്തവരാണ് ഇന്ന് കൂടുതലും. അത് ശരിയാ. എന്താണ് ഇതിനൊരു പരിഹാരം? ശരിക്കും പറഞ്ഞാൽ കുട്ടികളിലൂടെ മാറ്റം കൊണ്ടുവരാം. ഈ മാറ്റം എപ്പോഴാണെന്ന കാര്യത്തിലാ. പക്ഷേ അപ്പോഴേക്കും പ്രകൃതി. സ്കൂളിൽ അസംബ്ലി നടക്കുകയാണെന്ന് തോന്നുന്നു ബോട്ടിലെ. ഒന്ന് കാതോർത്ത് നോക്ക്. പ്ലാസ്റ്റിക്കിനെ പറ്റിയല്ലേ പറയുന്നത്? ശരിയാ. നമ്മുടെ മാലിന്യമാണ്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മാലിന്യമാവുന്നത് അത് കൃത്യമായി നിക്ഷേപിക്കേണ്ടിടത്തല്ല നിക്ഷേപിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മളുടെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ പ്രകൃതിക്ക് ദോഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കൃത്യമായി നിക്ഷേപിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അത് ഉപയോഗിച്ച ഓരോ മനുഷ്യരും അത് അങ്ങനെ വലിച്ചെറിയാതിരുന്നുവെങ്കിൽ നമ്മുടെ ബീച്ചുകളൊക്കെ തന്നെ വളരെ വൃത്തിയുള്ളതാവുമായിരുന്നു. ഇതൊരു പരിധി വരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ബിന്നുകൾ നമുക്കുണ്ട്. ആ ബിന്നുകളിൽ നമുക്ക് കൃത്യമായി നിക്ഷേപിക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം നമ്മുടെ വിദ്യാലയത്തിൽ നമുക്ക് ദൂരീകരിക്കാൻ കഴിയും. അത് നമ്മുടെ സമൂഹം ഏറ്റെടുക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഈ മാലിന്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് പിൻവലിക്കാൻ സാധിക്കും. അത് വിദ്യാർത്ഥികളായ നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം വരാൻ പോകുന്ന ഭാവിയിൽ ഈ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് നിങ്ങളൊക്കെ. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്ലാസ്റ്റിക് കവറുകളും ഓരോ കുപ്പികളും അത് കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ നിക്ഷേപിക്കൂ എന്ന ഒരു ഉറച്ച തീരുമാനമെടുത്താൽ നിങ്ങളിലൂടെ ഈ സന്ദേശം സമൂഹത്തിലെത്തുകയും ഈ ഒരു സമൂഹത്തെ ഇത്തരം മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടീച്ചറെ വാ. എന്താ മോനെ? എന്താ കാര്യം? എവിടേക്കാ ഈ പോന്നേ? വാ ടീച്ചറെ വാ. വഴിയിൽ